ഹലോ നമസ്കാരം, ഏവർക്കും മണിയൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ തന്നെ നമ്മുടെ മുഖത്തല മുരാരിയുടെ സന്നിധിയിൽ നടക്കുന്ന ആനക്കാഴ്ചകളിലേക്കാണ് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നത്. ആനയൂട്ടും ആന നീരാട്ടുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കാഴ്ച. അത് അടിപൊളി കാഴ്ചകളാണ് നിങ്ങളെ തേടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം. കാലത്തേക്ക് ഇടം വലം വഴി നടത്തുന്ന സാരഥിമാർ പുത്തൻവീട്ടിൽ ഗോപാലകൃഷ്ണപിള്ളയുടെയും തകടിയെ മനോജിന്റെയും കൈകൾ പിടിച്ച് മുഖത്തിൽ കീഴടക്കുവാൻ വരികയാണ്. അന്നൊരാളിൽ മുരാരിയുടെ കണ്ണുകളിൽ മുഖത്തല കണ്ട മകൻ പേരാമംഗലാണ് ഏകചക്രാധിപതി ആദ്യശാരം കുറിച്ച ഗജചരിത്രം ഈ വർഷവും ഭഗവാന്റെ വണ്ടി സമർപ്പിക്കുവാൻ സാധിക്കുന്നത് സൗഭാഗ്യമായി ബന്ധപ്പെട്ട് ഈ വർഷവും ഈ മനോഹരമായ സാഹചര്യം ഒരുക്കുന്ന ക്ഷേത്രോപദേശിക്കും ആനയുടെ കത്തിച്ചുകൊടുക്കും പ്രിയപ്പെട്ട സ്നേഹിതർക്കും കൂട്ടുകാർക്കും പ്രത്യേകിച്ച് ഈ മണ്ണിൽ ആദ്യമായി പരിചയപ്പെടുന്ന സുഭാഷേട്ടനും ഒരുപാട് കൂട്ടുകാർക്കും ഇവിടെ നിന്നും ലഭിച്ച സ്നേഹിതർക്കും എല്ലാവർക്കും ഒരായിരം സ്നേഹവും നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭം തുടരുകയാണ്. 2025 മുഖത്തലയായും ആനന്ദികളാകും. കവിയുടെ അയ്യപ്പദാസന്റെ കയ്യം പിടിച്ചു വരികയാണവൻ. ഇതിഹാസ കഥയിലെ നായകന്റെ നാമവുമായി മലയാളക്കരയുടെ മഹോത്സവങ്ങൾക്ക് മഹാപ്രൗഢി പകരുന്നവൻ വരുന്നു. പാലക്കാത്തറ റാവു എന്ന അധികാരിയെ നടക്കി ഭരിച്ച തലമുറയുടെ നേരവകാശി വരുന്നു. പൂരങ്ങളുടെ സാമശീലകയിലേക്ക് തെക്കൻ മലയാളം നാട് വിളിച്ചപ്പോൾ കർണാടകക്കാട് കടന്നുവന്ന വേറിട്ടാണ് ചന്തം. മനസ്സു നിറയെ കുണ്ടന്മാർ അണിനിരക്കുന്ന ഉത്സവ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച് ആരാധകരെ സ്വന്തമാക്കിയവൻ. പൂരങ്ങളുടെ നാട് മുതൽ ഏത് മണ്ണും കൈവണങ്ങുന്ന സൗന്ദര്യ ശ്രീത്വം കൈമുതലായ കൊമ്പനിത ഗജരാജ കേസരി പാലക്കാത്തറ അഭിമന്യു. ഇതിഹാസത്തിലെ വീരപുരുഷനായ സാക്ഷാൽ അഭിമന്യുവിനെ നാമത്തിൽ ചൂടുന്നത് കടന്നുവന്നാലും ഭഗവാന്റെ മണ്ണിലേക്ക് ആന കേരളത്തിന്റെ ദേവനാരായണ പ്രജാപതി ഗജരാജൻ ചിറക്കര ദേവനാരായണൻ. ദേവസ്വം കണ്ണന്റെ കൈകൾ പിടിച്ചുകൊണ്ട് വമ്പുള്ള കുണ്ടന്മാർ ഇമ്പമോടെ പാടുന്ന തെക്കൻ കൊല്ലത്തിന്റെ വില്ലാളി വീരന് കടന്നു വരവേദ ഏത് വേദിയിലും താരമാകാൻ പോകുന്ന രാജകീയതയെ അലങ്കാരമാക്കുന്ന യുവരാജാഭിത കൊല്ലം പട്ടണത്തിൽ നിന്നും
കൊച്ചിയും കോട്ടയവും തുടങ്ങി പൂരം പൂക്കുന്ന തൃശ്ശൂർ പേരൂരും ഏത് വേദിയിലും കാലമാക്കാൻ പോകുന്ന രാജകീയതയെ അലങ്കാരമാക്കുന്ന യുവരാജാവിന്റെ വരവ് എന്തെന്നും എന്നെങ്കിലും കൊല്ലത്തിന്റെ മണ്ണിൽ ഉണ്ടാകുന്ന സസ്യത്തിന്റെ ചട്ടം ചാട്ടുന്നവന്റെ വരവ് ആഘോഷത്തിൽ നിലനിൽക്കുന്ന കൊച്ചിയും കോട്ടയിലും തോടും തൃശ്ശൂർ പേരൂരും മേലെ പെയ്യുന്ന പാലക്കാടുമെല്ലാം താരമായി ഒരുങ്ങി നിൽക്കുന്നവന്റെ വരവ് തികവിന്റെ തന്റെ ഗോപുരങ്ങൾക്ക് മുകളിൽ മികവിന്റെ വെള്ളിക്കൊടി പാറിക്കുവാൻ പോകുന്നവരെ അവതാരം കൊണ്ടിരിക്കുന്നു. മുഖത്തിലെ പന്ത്രണ്ടാണ് വീട്ടിലേക്ക് സ്വാഗതം. മണ്ണിലെല്ലാം ആവേശത്തിന്റെ പ്രതിപുരുഷനായ അവതാരം കൊള്ളുന്ന യുവരാജാവ് വടക്കൻ ഭാരതത്തിന്റെ വിരിമാറിൽ പിറവികൊണ്ട് ഉത്സവ മലയാളത്തിന്റെ ആവേശങ്ങളിൽ തന്റെ നാമം കുറിച്ചിട്ടവൻ, ചരിത്രമിറങ്ങുന്ന പുത്തൻകുളത്തിന്റെ വീരപ്പെരുമ ചാർത്തിക്കൊടുത്ത താരങ്ങളിൽ പ്രമുഖനായ യുവരാജാവ്, പുതുമകളെ തന്നെ തന്റെ ശൈലിയിൽ ചേർത്ത് നിർത്തി തെക്കൻ മലയാളത്തിന്റെ ആഘോഷങ്ങളിൽ എന്നും നരസാന്നിധ്യമാകുന്നവൻ, തെക്കൻ മലയാളത്തിന്റെ തിരകളിൽ ആവേശത്തിന്റെ ഗജവസന്തം സമ്മാനിച്ച കളഭരത്നങ്ങളിൽ യുവത്വം അലങ്കാരമാക്കിയവൻ, പേരെടുത്ത പൂരങ്ങളിൽ വരെ താരമായി കൂടെ ചേർത്ത് ആഘോഷത്തിന്റെ വസന്തം അരക്കെട്ടുറപ്പിക്കുന്ന നന്ദനിത ബ്രഹ്മ തൊണ്ടിൽ മുക്കിന്റെ കയ്യിൽ പിടിച്ചു കടന്നു വരികയാണവൻ. ഗജകേസരി പനക്കൽ
കുണ്ടൻ. ഇവിടെ ആവേശം അണിനിരക്കുമ്പോൾ ഇനി കടന്നു വരുന്നു വടക്കേ ദേശത്തിന്റെ നായകൻ. അരയാളിലകളും അമ്പലമണികളും അഴകുകൊണ്ട് തിലകം കൂടി വാഴുന്ന യുവരാജാവ്. തെക്കിന്റെ ഗതഭൂമിയിൽ നിന്ന് ഉദിച്ചുയർന്ന മലയാള മണ്ണിന്റെ ചൂടും ചൂരും തൊട്ടറിഞ്ഞ യുവചക്രവർത്തി. വടക്കൻ കാടിന്റെ മടിത്തട്ടിൽ പിറന്ന് തെക്കൻ കേരളത്തിലേക്ക് ചുവടുകൾ ഉറപ്പിച്ച ഗജരാജകുമാരൻ. പ്രായത്തിന്റെ പകിട്ടുകൊണ്ടും പകർന്നു കിട്ടുന്ന പരമേശ്വര പുണ്യം കൊണ്ടും പുതിയ കാലത്തിന് പകർന്നാട്ടം കൊടുക്കുന്ന താരനായകൻ. ഉമാമഹേശ്വര പ്രിയൻ വട്ടമൺകാവ് മണികണ്ഠൻ. വട്ടമൺകാവിന്റെ നാമധേയമാണ് കേരളത്തിന്റെ ഇടനാഴിയിൽ നടക്കുന്നവന്റെ വരവ്. തുടർച്ചയായ വിജയങ്ങളും തർക്കമില്ലാത്ത കലപ്പൊക്കവും കൊണ്ട് താരരാജാക്കന്മാർ അടക്കി വാഴുന്ന മണ്ണിലേക്ക് വൈപ്പിരി ഷാജിയുടെ കൈകൾ പിടിച്ചുകൊണ്ടിത വടക്കേ ദേശത്തിന്റെ വീരനായകൻ. വെല്ലുവിളികളായി കടന്നു ചെല്ലുന്ന വീരപൂരൻ തന്റെ തക്കകത്തിൽ തന്റെ നാടെന്ന മണ്ണിൽ തമ്പുരാനായി വാഴാൻ തുറന്നു വീഴുന്നവൻ. ചെക്കനെ തെക്കും വടക്കും താരമാക്കാൻ വന്ന നെടുമിടുക്കനായ സാരഥി നാന്തിയുടെ കൈയും പിടിച്ചുകൊണ്ടിതാ മുഖത്തലയുടെ മണ്ണിൽ ആവേശം നിറയ്ക്കുവാൻ വരികയാണ് വിഷ്ണുനാരായണൻ. തെക്കൻ കൊല്ലത്തിന്റെ മടിത്തട്ടിൽ നിന്ന് ഉന്നത ശ്രേണിയുടെ ഉത്തമ രാജകീയതയിലേക്ക് വലതുകാൽ വച്ച് കടന്നു വന്ന യുവരാജാവ്. ഐശ്വര്യം എന്ന വാക്കിന് ആനസ്വരൂപം കൊണ്ട് മറുപടി പറഞ്ഞ ആന വീരകുമാരൻ. വടക്കൻ മണ്ണിന്റെ മടിത്തട്ടിൽ പിറവി കൊണ്ട് വശ്യമായ സൗന്ദര്യത്തിൽ ആവിർഭാവം കൂടി പിറന്നൊരാൻ കൂട്ടി. ചരിത്രം പഴയതുള്ള മലയാളക്കരയിലേക്ക് ചുവട് വെച്ചു വന്ന് ചരിത്രം തന്റെ പേരിൽ കുറിച്ചിട്ട അതേ ആൺകുട്ടി. താരങ്ങൾ മാത്രം അണിനിരക്കുന്ന പൂരങ്ങളിൽ യുവതാരപ്രഭയുടെ അവസാന വാക്ക്. പെരുമയാർന്ന ഇടനീളത്തിന്റെ പെരുമയിൽ അരങ്ങ് നിറച്ചെഴുന്നേറ്റ് നിൽക്കുവാൻ വീഴുന്നവൻ. ഉലകം മയങ്ങുന്ന കാന്തി കൊണ്ട് ഉയര പെരകൾക്ക് മുകളിൽ ചരിത്രം എന്നും രചിക്കുന്നവൻ. അതെ, വന്നെത്തുകയാണ് ആന കേരളത്തിന്റെ മറ്റൊരു വിഷ്ണുനാരായണൻ. ഇനി വരും കാലങ്ങളിലെല്ലാം തന്റെ വരവിനെ കാതോർത്തിരിക്കണമെന്ന് ആന കേരളത്തിന് കാണിച്ചു കൊടുക്കുന്നത് വിഷ്ണുനാരായണൻ. പൂരങ്ങളെ ഹൃദയാരവങ്ങളോട് നെഞ്ചോട് ചേർക്കുവാൻ തെക്കൻ കേരളയിൽ അഭ്യാസം പഠിച്ചിറങ്ങിയ പത്തരമാറ്റുള്ള വിഷ്ണുനാരായണൻ. ശ്രീ വൈക്കത്തപ്പന്റെ ചരൽപ്പരപ്പിലും ശ്രീ പൂർണ്ണ ത്രയീശ്വരന്റെ തിരുമണ്ണിലും പൂർണ്ണ പ്രൗഢികൾക്ക് മഹോത്സവം കൂടിയ വിഷ്ണുനാരായണൻ. പെരുന്നയിലെ ആവേശ സായന്തനത്തെ പെരുമയോടെ അലങ്കരിക്കുവാൻ പെരുന്നയിൽ അവതരിച്ച വിഷ്ണുനാരായണൻ. അതെ, സാക്ഷാൽ മുരഹരി പ്രിയൻ ആ കോവിലെ വിഷ്ണുനാരായണൻ.
തിലകം തൊടുവിച്ചയച്ച തെക്കൻ കേരളത്തിലേക്ക് തിരികെ ഒരു യുവരാജാവായി കടന്നു ചെന്നവൻ. അതെ, ആണുങ്ങളിൽ ആണുങ്ങൾക്ക് പോലും ആവേശത്തിന്റെ മാതൃക കാണിച്ച ധീരയുവജൻ, പകട്ടും പ്രൗഢിയും നിറഞ്ഞ പട്ടാമ്പിക്കാരൻ, യുവരാജൻ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ. പറഞ്ഞവൻ തന്നെയെന്ന് ആരവേശത്തിന്റെ പിൽക്കാലം കൊണ്ട് കാണിച്ചു കൊടുത്തവൻ, ആന കേരളം ജനിച്ച പെരുമയെ താരപ്പലക കൊണ്ട് അലങ്കരിച്ചു നിന്ന് വേറിട്ട വിസ്മയം. പോരാട്ടത്തിന് ആരുണ്ടെന്ന് ചോദിച്ചാൽ പ്രൗഢിയുള്ള പട്ടാമ്പിക്കാരനുണ്ടെന്ന് മറുപടി രചിച്ചവൻ. ഏതൊരു പെരുമയിൽ നിറഞ്ഞ പൂരങ്ങളെ തന്റെ സാന്നിധ്യം കൊണ്ട് ധീരത അടിവരയിട്ട് തെളിയിച്ച യുവനായകനിത. പടിഞ്ഞാറ് ദേശ വിഭജന സമിതിയുടെ നായകനായി അരുമ കേരളത്തെ കുതിരത്തെ കണ്ണടിച്ച് സംഭവിക്കാതിരിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം പറയുന്നത്. അധികാരനായിരുന്ന സാക്ഷാൽ ബാലകൃഷ്ണപിള്ള അവர்கள் ആന കേരളത്തിന് സമ്മാനിച്ച മറ്റൊരു രാജകുമാരൻ. അക്ഷരം തെറ്റോ തടകിന്റെയും പണയം വയ്ക്കാത്ത ആണത്തത്തിന്റെയും ഒന്നാം തരം ആനരൂപം. പാരമ്പര്യത്തിന്റെ പകിട്ടിനാൽ പ്രൗഢിയുടെ മേലങ്കിയറിഞ്ഞ് പടക്കിറങ്ങുന്ന കരുത്തനായ പോരാളി. ആഘോഷം ആവേശമാകാൻ തലമുതിർന്നവർ മാത്രം മതിയോ എന്ന് യുവരാജാക്കന്മാർ വേണ്ടേ എന്ന ചോദ്യത്തിന് മുഖത്തലയുടെ മണ്ണ് ഉറപ്പിക്കുന്ന മറുപടി. ചെറിയ ദേശത്തിന്റെ നായകനായി കടന്നു വരികയാണവൻ. കുതിച്ചുയരുന്ന വാഗ്ദാനങ്ങൾക്ക് മറുപടിയായി ഉദിച്ചുയരുന്ന ഗജതാരകം. ആണത്തെ മാർക്കും മുന്നിലും അടിയറോ വയ്ക്കാനില്ലാത്ത യുവരാജാവ്. രാജചേകവന്മാരുടെ ഇടയിലെ ഇളമുറ തമ്പുരാൻ, സാക്ഷാൽ കൊട്ടാരക്കര തമ്പുരാൻ, വിശ്വവിരാജിത വീരഹസ്തി യുവരാജ പ്രജാപതി കീഴൂട്ട് വിശ്വനാഥൻ. കീഴൂട്ട് തറവാട്ടിലേക്ക് ചെന്നവൻ പുതുമുഖ പിറവികളെ ഇരുകയും നീട്ട് സ്വീകരിക്കുന്ന മലയാളക്കരയുടെ ഭാവി രാജാവ്. തികവാർന്ന സഖ്യ സൗന്ദര്യം മനം നിറയെ കാണുവാൻ
വ്യക്തിത്വത്തിന്റെ തേർവാഴ്ചകൾക്കും സാക്ഷ്യം വഹിച്ച തെക്കൻ മലയാളത്തിന്റെ തിലകക്കുറി നാളെയുടെ നാളുകളിൽ ആന കേരളത്തിന്റെ ചൂടുള്ള ചർച്ചകൾക്ക് മറുപടിയായി മാറേണ്ടുന്ന മാതംഗ യൗവനം ഉയരപ്പെരുമയും ഉലകം മയക്കുന്ന കാന്തിയും അലങ്കാരമാക്കി വാഴുന്ന തെക്കൻ തുർക്കി തെക്കിന്റെ ദൂരപ്പറമ്പുകൾ അടക്കി ഭരിച്ചു തുടങ്ങുന്ന പുതുതലമുറയുടെ വീരനായകൻ യുവരാജ കൊടുമുടി പുത്തൻകുളം അനന്തപത്മനാഭൻ. കൊല്ലം നാടിന്റെ പേരൂരാൻ തുല്യമായ സ്നേഹം തുല്യപോലും കുറയ്ക്കാതെ നൽകി കണ്ണിലുണ്ണിയായി വളർത്തുന്ന പേരൂരുകാരുടെ അഭിമാനമായ പേരൂരാൻ. ഇവൻ എണ്ണം പറഞ്ഞ വേദികളിൽ ചന്തം നിറച്ചെഴുന്നള്ളിൽ നിന്ന് ചങ്കൂറ്റമുള്ള യുവരാജാവ് ഭഗവതി പ്രിയ മാതംഗ സൂര്യൻ പേരൂർ ശിവൻ. പിറന്ന നാടിന്റെ മഹിമയും വളർന്ന നാടിന്റെ പെരുമയും വാനോളം ഉയർത്താൻ പോകുന്ന രാജഭവനിൽ തഴുത്തല ദേശത്തിന്റെ ചരിത്രത്തിന്റെ ഇടനാടി കടന്ന് അവതരിച്ച ശൈലിയുള്ളവൻ. കരപ്പുറത്തിന്റെ ചരൽപ്പരപ്പും പാലായുടെ രാജവീഥികളും തന്റെ പോയ കാലത്ത് ആവേശഭൂമിയാക്കിയവൻ. പോരായ്മകൾ തനിക്കില്ലെന്നും പൂർണ്ണതകളെ തന്റെ രാജവീഥികൾക്ക് ചേർക്കുമോ എന്നും കാലത്തോട് ആജ്ഞാപനം ചെയ്തവൻ. ഉത്സവ മലയാളത്തിന്റെ ഹൃദയത്തിൽ ഉസുരൻ ചരിത്രം രചിച്ച് ശീലിച്ച സൗന്ദര്യത്തിന്റെ ഗജതിലകം. വാസികൾക്കും പിടിവാസികൾക്കും അപ്പുറം സൗന്ദര്യത്തിൽ വേറിട്ട ലോകമുണ്ടെന്നാണ് കേരളത്തിന് കാണിച്ചു കൊടുത്തവൻ. ആവേശ സൂര്യന്മാർക്ക് വരവേൽപ്പൊരുങ്ങിയ മണ്ണിലെല്ലാം ഗതകാലം ആടിത്തിമിർത്ത ചരിത്രമുള്ളവൻ. ആവേശങ്ങളുടെ ദുരഭൂമികളിൽ കടം പറ്റുന്ന നായകത്വം ഊട്ടിയുറപ്പിച്ച ഉത്സവ കേരളത്തിന്റെ അഭിമാന നായകൻ ശ്രീചക്രരാജ പ്രജാപതി ഓമല്ലൂർ കുട്ടി ശങ്കരൻ. പോരാട്ട ഭൂമികളുടെ നായകത്വം എന്നുമെന്നും തന്റെ പേരിൽ കുറിക്കുന്നവൻ. കാണുവാൻ ശ്രീ
ഉണ്ണിയുടെയും ഉണ്ണിയുടെയും കൈകൾ പിടിച്ചുകൊണ്ട് ഗുരുവായൂരപ്പന്റെ പൊന്നുമകൻ വരികയാണ്. ചന്തമുള്ള സിംഹാസനത്തിന് ഒരു തമ്പുരാൻ വേണമെന്ന നിയോഗത്തിലേക്ക് ശ്രീ ഗുരുവായൂരപ്പനയച്ച യുവരാജവചനം അഴകും മികവും ചെയ്തി മിനുക്കിയപ്പോൾ ആണത്തത്തിന്റെ സ്ഥിരം പെരുമയും കയ്യിലുണ്ടെന്ന് കാലത്തിന് കാണിച്ചു കൊടുത്തവൻ. ഭയമെന്ന രീതിയില്ലാതെ ഭയന്ന ചരിത്രം എന്ന ശൈലിയില്ലാതെ പടനായകത്തിന്റെ മെഗഭോരലങ്കാരമാക്കിയവൻ ഏറെ പങ്കാളനെ ആന കേരളത്തിന്റെ അഭിമാന ഗന്ധർവൻ പാമ്പാടി രാജന്റെ സോദരൻ സാക്ഷാൽ ത്രിലോക കേസരി പാമ്പാടി സുന്ദരൻ. കാലഘട്ടങ്ങളെ വെല്ലുവിളിച്ച് കോട്ടയം കൊമ്പന്മാരിൽ കരുത്തുറ്റ പിറവി ഇനിയുമുണ്ടെന്ന് കാലത്തിന് കാണിച്ചു കൊടുത്തവൻ. ആവേശത്തിന്റെ താരങ്ങളെ അണിയറയിൽ സ്വീകരിച്ച അക്ഷരനഗരയുടെ അഭിമാന സൗന്ദര്യം നിലയ്ക്കാത്ത ആവേശങ്ങളെ നെഞ്ചിലേക്ക് ശീലിച്ച മണ്ണിലേക്ക് ചന്തത്തോട് എഴുന്നള്ളി വരുന്ന ചങ്കൂറ്റത്തിന്റെ തമ്പുരാൻ പൂരപ്പെരുമകളെ നെഞ്ചിലേക്ക് ശീലിച്ച നാട്ടിലേക്ക് ആവേശത്തിന്റെ പ്രതിപുരുഷനായി കടന്നു ചെല്ലുന്നവൻ ഇതാ മുഖത്തലയുടെ മണ്ണിൽ മികവാർന്ന ആവേശത്തിന്റെ നായകത്വം ഊട്ടിയുറപ്പിക്കുവാൻ നടുവിലേക്കര പ്രദേശ് കൊണ്ടുവരികയാണവന്. ഇവനാണ് കേരളത്തിന്റെ മിന്നും താരമായ രണ്ടാം പാമ്പാടിക്കാരൻ. പൂരം വിരിയുന്ന നാട്ടിൽ പോയി താരമൂല്യത്തിന്റെ പേരും പെരുമയും ചൂടിയവൻ. അരങ്ങിലെ താരമാകാൻ അണിയറയിൽ ഇറങ്ങി വരുന്ന പാമ്പാടിക്കാരിലെ രണ്ടാമൻ. പെരുമാളിന്റെ പെരുമയ്ക്കും മൂടൻ കല്ലുമ്പിൽ വാഴുന്ന പൂരപ്രമാണി. ആരവങ്ങൾക്ക് താരം പിറകിലല്ലെന്ന രീതികൾ കൊണ്ട് തെളിയിച്ചവൻ. പൂരമലയാളത്തിന്റെ വിസ്മയ താരങ്ങളിൽ എന്നുമെന്നും പേരെടുത്ത പാമ്പാടിക്കാരൻ. പേരും പെരുമയും താരമൂല്യവും മൂടൻ കല്ലുമ്പിലെ മുറ്റത്തെത്തിച്ച താരസൂര്യൻ ഗന്ധർവ സോദരൻ ത്രിലോക കേസരി പാമ്പാടി സുന്ദരൻ. മുഖത്തലിയുടെ നായകനായി നാടായ നാടെല്ലാം താരമാക്കി വഴി നടത്തുന്ന സാരഥി പുത്തനങ്ങാടി സുമലാലിന്റെ കൈകൾ പിടിച്ചു വരികയാണവൻ. ഭൂലോക വൈകുണ്ഠവാസനായ ഗുരുവായൂർ അമ്പാടി കണ്ണന്റെ മടിത്തട്ടിൽ മാതംഗ സൂര്യനായി അവതരിച്ച മന്മഥ ഗന്ധർവൻ. അഴകിന്റെ മദ്രാഭ കൊണ്ടാണ് കേരളം കീഴടക്കാൻ ഗുരുവായൂരിൽ അവതരിച്ച ഗോപാലമാലധാരി. നിയോഗത്തിന്റെ കനക സിംഹാസനത്തിന് കാലമെതിരില്ലെന്ന് യോഗ്യത കൊണ്ട് തെളിയിച്ച നാടൻ ചക്രവർത്തി. പൂരങ്ങളുടെ പൂരത്തിന്റെ പൂർണ്ണതകളുടെ നായകത്വം കഥകപൂരത്താൽ അലങ്കാരമാക്കിയവൻ. ആവേശത്തിന്റെ രാജകിരീടങ്ങൾ അഴകിന്റെ മയിൽ പീടിയോട് ചാർത്തിക്കിട്ടിയ ഗുരുവായൂരപ്പന്റെ ആരോമൽ പുത്രൻ. അതെ, താരമൂല്യങ്ങൾ കൊണ്ട് ആ രാജകിരീടം ചൂടിയത് ആരാധകരെ തന്റെ അഴകി കാണിച്ച് കടന്നു വരികയാണവൻ. മലയാള നാടിന്റെ മടിത്തട്ടിൽ മനോമോഹനൻ കണ്ണനായി അവതാരമെടുത്ത മനോഹരനായ ആൺകുട്ടി. പുതുമയുടെ അലങ്കാരികതയ്ക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് അഴകു നിറച്ചെഴുന്നള്ളി വരുന്ന സഖ്യപുത്രൻ. ഏത് വേദിയിൽ നാരായണ പ്രഭു കൊണ്ടടക്കി വാഴുവാൻ പവനപുരേശ്വരൻ അനുഗ്രഹിച്ച നാടന്റെ ശ്രീമാൻ തട്ടകത്തിലെ താരമായി മാറിയപ്പോൾ നാരായണന്റെ നാമത്തിൽ പട്ടം ചൂടിയവൻ സാക്ഷാൽ നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ. ആടി ഉലയാത്ത ആഘോഷ വിസ്മയം സമ്മാനിക്കുവാൻ ഇനി വരുന്നുണ്ട് കൂട്ടരെ. ടീം പാലവിളക്കുട്ടിയുടെ തമ്പുരാൻ, ടീം പാലവിളക്കുട്ടിയുടെ പടനായകന്മാർ ഗുരുവായൂരപ്പനോട് അനുവാദം
ചട്ടക്കാരന്റെ മകൻ പാറശ്ശേരി മണിയുടെയും സതീഷ് വാര്യരുടെയും കാർത്തികേയന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിതാ കടന്നു വരികയാണ് കൂട്ടരെ ശ്രീ ഗുരുവായൂരപ്പന്റെ രാജശേഖരൻ. ഇവൻ നായകത്വത്തിന്റെ രീതിയിലേക്ക് മാത്രം ചുവടുവെച്ചാൽ മതിയെന്ന വാശിയുമായി പുന്നത്തൂർ കോട്ടയുടെ ഏകതാരിൽ നിലകൊണ്ട ആണത്വത്തിന്റെ ചക്രവർത്തി കാലത്തിന്റെ ഇടനാഴി രാജസിംഹാസനം ഒരുക്കി വെച്ച് വിളിച്ചപ്പോൾ രാജകീയമായി തന്നെ പട നയിച്ചെത്തിയവൻ ഭഗവാന്റെ പന്യൻ തൃക്കോലം സരസിലേറ്റി പ്രൗഢിയുടെ നല്ല നാളുകളിലേക്ക് പടികടന്നെത്തിയവൻ കാലം മറക്കാത്ത ആവേശം കരുവീര കേരളത്തിന് സമ്മാനിച്ചു നിലകൊള്ളുന്ന കരുത്തിന്റെ പ്രതിപുരുഷൻ വരികയാണ്. അകതാരിൽ നിറയുന്ന നാരായണീയ മാവോളം ശ്രമിച്ചു നിന്ന് ഗുരുഭവന പുരേശ്വര സേവ ചെയ്യുന്നവൻ ഗജരത്നം പത്മനാഭനും മാതംഗരാജൻ ഇന്ദ്രസെന്നും ശേഷം തിരുവൈക്കത്തമ്പത്തെന്ന തങ്കത്തിറമ്പേറ്റിയ പുന്നത്തൂർ കോട്ടയിലെ രാജാധിരാജൻ മള്ളിയൂർ മഹാഗണപതിയുടെ മണ്ണിലെത്തി മധ്യ കേരളത്തിന്റെ ആവേശങ്ങൾ തന്റെ നാമം കുറിച്ചിട്ടവൻ ഇത്തിത്താന തിലങ്കാവിൽ രാജകീതിയുടെ പര്യായമായി നെഞ്ചും വിരിച്ചു നിന്നവൻ ആനയടിയുടെ രാജശേഖരൻ രാജകീയമായി രാജകീയമായി രാജശേഖരൻ രാജശേഖരനും സാരഥി മാർഗം മുഖത്തല കണ്ണന്റെ മണ്ണിലേക്ക് സ്വാഗതം സുസ്വാഗതം. ഇവൻ നടുവിലേക്കൊരു ദേശത്തിന്റെ തടം വരികയാണ് കൂട്ടരെ. കാലത്തിന്റെ ഇടനാഴിയിൽ യഭിരാജകുലത്തിന്റെ ഇതിഹാസ ജന്മങ്ങളെ തന്നെ വഴി നടത്തിയ സാരഥി മണ്ണാർക്കാട് പറമ്പുള്ള രാജന്റെയും അതുലിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് മുഖത്തല മുരാരിയുടെ മണ്ണിലേക്ക് വരികയാണവൻ. കാലം കഴിഞ്ഞെന്ന് കരുതിയവരെല്ലാം കണക്കിന് വെല്ലുവിളിച്ച് ആഘോഷം നയിക്കുവാൻ വരികയാണ് മക്കളെ. കൊടുമുടി വീശിയടിക്കുവാൻ വരുന്ന കൊടുങ്കാറ്റ് പോലും ഒരു നിമിഷം മുട്ടുമടക്കുന്ന ആവേശത്തിന്റെ വടനായകൻ വിമർശന പോരാളികളെ കാറ്റിൽ പറത്തിയും വെല്ലുവിളികളെ നിറപ്പിച്ചു തുള്ളിച്ചും ശീലിച്ച വള്ളനാടിന്റെ വടനായകൻ ഇല്ലാത്ത പോരായ്മകൾ കൊണ്ട് വല്ലാതെ കളിയാക്കിയവർ പോലും നെഞ്ചിലേറ്റി ആരാധിക്കുന്ന താരനായകൻ കീഴടക്കി നേടാമെന്ന വ്യാമോഹം കടലിന്റെ അടിത്തട്ടിൽ പോയി ഒഴിപ്പിക്കാൻ കാലത്തിനോട് എന്നുമെന്നും പറഞ്ഞവൻ തെക്ക് വന്ന വിലങ്കാറ്റായെങ്കിൽ വടക്കെത്തിയപ്പോൾ കൊടുങ്ങല്ലൂർ വഴി ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ ഇടം വലം വഴി നടത്തുന്ന സാരഥിമാർ പുത്തൻവീട്ടിൽ ഗോപാലകൃഷ്ണ പിള്ളയുടെയും തകടിയിൽ മനോജിന്റെയും കൈകൾ പിടിച്ച് മുഖത്തല കീഴടക്കുവാൻ വരികയാണ് ശിവരാജു. മുഖത്തല മുരാരിക്ക് മനസ്സിന് പീഠം തീർത്ത് ഈ നാടിന്റെ ആവേശം മുതിർന്നിട്ടുള്ളവൻ കോന്നിയുടെ വടിത്തട്ടിൽ പിറന്ന് കോടനാട് കോടകൾക്ക് ആവേശം പകർന്ന അഴകിന്റെ അവതാര പിറവി ആളൊരുത്തനെ തേടിയിറങ്ങിയ അഷ്ടമുടി കായൽ കരയ്ക്ക് അതിസുന്ദര സൗന്ദര്യം പകർന്ന സിന്ദൂര തിലകം മടിത്തട്ടിലെത്തിച്ച് സ്വീകരിച്ച തൃക്കണപൂരപ്പന് മഹിമയുടെ പെണ്ണിൻ പൂക്കാലം കാണിക്കർപ്പിച്ച കരിവീര സൗന്ദര്യം വരുന്നതും വന്ന് മടങ്ങുന്നതും ചരിത്രമാക്കുവാൻ നിശ്ചയിച്ച തൃക്കണപൂരപ്പന്റെ ആരോമലായവൻ ഇതാ ആവേശത്തിന് 10 മടങ്ങ് പ്രൗഢി സമ്മാനിച്ചു വരികയാണ് മക്കളെ.
തോൽക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ച അതേ കടവൂരാൻ, കരുത്തുറ്റ ആവേശവും കലർപ്പില്ലാത്ത ആഘോഷവും കരിവീര കേരളത്തിന് പകർന്ന കരിയഴകിന്റെ തമ്പുരാൻ, കാലത്തെ പോലും കാൽച്ചുവട്ടിലെത്തിയ ആവേശത്തിൽ കീഴടക്കി കരിവീര കേരളം ഭരിക്കുന്ന കടവൂരാൻ, എതിരാളികളില്ലാത്ത പടനായകനായി തിരുവിതാംകൂറിന്റെ അഭിമാനം കാക്കുന്ന ഒരേ ഒരു കടവൂരാൻ വരികയാണ് മക്കളെ. ആശകൾക്കും വാശികൾക്കും അപ്പുറം ആഘോഷത്തിന്റെ നായകത്വം വഹിച്ചു ശീലിച്ച തൃക്കടവൂരാൻ, തൃക്കടവൂരപ്പന്റെ സ്വന്തം കടവൂരാൻ, ഭൈരവ രൗദ്രപ്രിയ ഗജാധിപതി ഗജരാജ മന്നാടിയാർ തൃക്കടവൂർ ശിവരാജു. മണ്ണിലേക്ക് എത്തിച്ചവൻ, അക്ഷരനഗരിയിൽ വന്നെത്തി തിരുനക്കരയുടെയും വിളങ്കാവിലമ്മയുടെയും തെലങ്കാനയായവൻ, എറണാകുളത്തപ്പന്റെ നാട്ടിൽ എതിർവാക്കില്ലാത്ത ആവേശത്തിന്റെ പടനായകനായവൻ, പൂരനഗരിയിൽ ചെന്നെത്തി പൂർണ്ണതകളുടെ പര്യായം പൂരപ്രേമികൾക്ക് കാണിച്ചു കൊടുത്തവൻ, വള്ളവ നാട്ടിൽ കാലുകുത്തി വശ്യ സൗന്ദര്യത്തിന്റെ നായകത്വം ശിരസിൽ വഹിച്ചവൻ, ഓണാട്ടുകരയുടെ ആവേശങ്ങൾ ഒരു കാലത്തും മറക്കാത്ത നാമധേയം, സാമൂതിരി നാട്ടിലും കോലത്തിരി നാട്ടിലും ആരാധകരുടെ ഹൃദയം കീഴടക്കിയവൻ, രൗദ്രതയുടെ മൂന്നാം തൃക്കണ്ണിൽ തൃക്കടവൂരപ്പൻ കാത്തു സൂക്ഷിക്കുന്ന കുമ്പനാന, തൃക്കടവൂരപ്പന്റെ മണ്ണിലെ ചന്തമുള്ളതാണ് കുമ്പനാന, മുഖത്തലയുടെ മാതന്റെ നായകൻ കലാഭാരതം തൃക്കടവൂർ ശിവരാജു. മുഖത്തിലേക്ക് സമ്മാനിച്ച് അവതരിച്ചിരിക്കുന്നു. ക്ഷേത്രോപദേശക സമിതിയുടെ കൈയും പിടിച്ച് തിരുവിതാംകൂറിന്റെ പടനായകൻ, തിരുവിതാംകൂറിന്റെ വെള്ളിയാനയ്ക്ക് മുഖത്തിലെ മുരാരിയുടെ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം, സ്വാഗതം. ഭഗവാന്റെ ആറാട്ട് പീഠമാകുവാനും ആഘോഷം നയിക്കുവാനും സ്വാഗതം, സുസ്വാഗതം. ചന്തമുള്ള നാടൻ കൊമ്പനാന നയിക്കുന്ന ഈ മഹനീയമാകുന്ന വിസ്മയ കാഴ്ചകളിലേക്ക്
ഗജവസന്തങ്ങൾ എന്നുമെന്നും നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യഭൂമിയിലേക്ക് ഈ മരണാനന്ദങ്ങൾ ക്ഷമിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഈ നാട് നൽകുന്ന സ്നേഹത്തിനും പ്രോത്സാഹനങ്ങൾക്കും പിന്തുണകൾക്കും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് മറ്റൊരു അവസരത്തിൽ മറ്റൊരു ആഘോഷഭൂമി നമുക്ക് ഞാൻ ശൈലേഷ് പരിപാടിയുടെ ഏറ്റവും മികച്ച ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് സൗണ്ട് സിസ്റ്റമാണ്. എല്ലാവരിലേക്കും കൃത്യമായിട്ട് ഉചിതമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന സൗണ്ട്സ് വീഡിയോസ് അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അതിലെ സാധിക്കുന്നതായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ അഖിലേഷും മറ്റ് മുഴുവൻ ടെക്നീഷ്യന്മാർ എന്നുമെന്നും നൽകുവാന്റെ അനുഗ്രഹവും ശക്തിയുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കൂടാതെ തന്നെ ഈ ഒരു ആനയൂട്ടും ആനനീരട്ടും ഏറ്റവും വലിയ ഒരു വിജയമാക്കി തീർത്ത നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി കമ്മിറ്റിയുടെ പേരിൽ അറിയിക്കുന്നു. ഇത്രയും നല്ലൊരു ആനയൂട്ടും ആനനീരാട്ടം സംഘടിപ്പിച്ച ശ്രീ രാജീവ് ക്ഷേത്ര ഉപദേശക സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. വലിയ ഗജവീരന്മാരെ ഇവിടെ നേർച്ചയായി സമർപ്പിച്ച മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 10ാം തിരുവുത്സവ ദിവസമാണ് ഇന്ന്. ഉത്സവത്തിൽ എത്തിക്കണമെന്ന് അറിയിക്കുകയാണ്.